സംഗീതമേഘത്തിൻ്റെ ഓണാശംസകൾ. ഇന്നത്തെ ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളോടൊത്ത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹം നമ്മുടെ UK മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. യുക്മയുടെ പ്രസിഡന്റായ വർഗീസ് ജോൺ. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ചേട്ടാ, സംഗീതമേഘത്തിൻ്റെ ഓണാശംസകൾ. തിരിച്ച് നിങ്ങൾക്കും UK മുഴുവൻ മലയാളികൾക്കും യുക്മയുടെ പേരിൽ തിരുവോണത്തിൻ്റെ മംഗള ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ സംഗീതമേഘം പരിപാടിയിൽ പങ്കെടുക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ UK എല്ലാ മലയാളികൾക്കും ചേട്ടനെ അറിയാം, സുപരിചിതനാണ്, യുക്മയുടെ പ്രസിഡന്റാണ്. പക്ഷേ ചേട്ടൻ്റെ ഫാമിലിയെ നമ്മളുടെ UK മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും അതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഹരീഷ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് എൻ്റെ ഭാര്യ. അതുപോലെ തന്നെ എൻ്റെ 2 മക്കള്, എനിക്ക് ദൈവം നൽകിയ എൻ്റെ ഏറ്റവും വരദാനമാണ് എൻ്റെ മോള് അമ്മുവും അതുപോലെ മോൻ അപ്പുവും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിൽ ഞങ്ങളുടെ ഓടൊപ്പമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കസിൻ സിസ്റ്ററാണ് ബിബിമോള്. സന്തോഷം ചേട്ടാ. അപ്പോൾ നമ്മളുടെ ഈ സംഗീതമേഘം പരിപാടി ചേട്ടൻ കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സംഗീതമേഘം പരിപാടിയെക്കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഹരീഷ്, UK മുഴുവൻ മലയാളികളും ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സംഗീതമേഘം പരിപാടി വളരെ നല്ലൊരു ആശയമാണ്. ചേച്ചിക്ക് ചേട്ടൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളെ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? തീർച്ചയായും ഞാൻ അഭിമാനിക്കുകയാണ്. UK എല്ലാ മലയാളികൾക്കും ഇങ്ങനെ സേവനം അനുഷ്ഠിക്കാനായിട്ട് എല്ലാവരും തിരഞ്ഞെടുത്ത് അതിനകത്ത് നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു. ഈ സംഗീതമേഘം പരിപാടിയെ യുക്മ ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഈ സംഗീതമേഘം പരിപാടിയെ അങ്ങനെ ഒരു പരിപാടിയെ യുക്മ പിന്തുണയ്ക്കാനുള്ള ഒരു പ്രത്യേകമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അത് ഏത് രീതിയിലാണ് പിന്തുണയ്ക്കുന്നത്? ഹരീഷ്, സംഗീതമേഘം പോലുള്ള പരിപാടികളിൽ നിന്ന് യുക്മ എന്നല്ല ഏത് സംഘടനകൾ മാറി നിന്നാലും എനിക്ക് തോന്നുന്നു അത് ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അത് ഒരു മോശമായിട്ടുള്ള പ്രവണതയാണ്. വളരെ നന്ദി വർഗീസ് ചേട്ടാ. അപ്പോൾ യുക്മ ഞങ്ങളുടെ നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ പറയുകയാണ്. പിന്നെ മറ്റൊരു ചോദ്യം, നാട്ടിൽ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? ഞാൻ കേരളത്തില് വളരെ പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ അല്ലെ ഇന്ത്യ ചരിത്രത്തിലോ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രത്തിലൊക്കെ ഒത്തിരിയേറെ പ്രാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് മുതൽ ഇന്ന് വരെ കാര്യം പലതുകൊണ്ടും എൻ്റെ ജില്ലയായതിനേക്കാൾ ഉപരി ആ ജില്ലയിൽ ജനിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിന് നാന്ദി കുറിച്ച സ്ഥലം നമ്മുടെ വയലാർ, പുന്നപ്രയും എല്ലാം അടങ്ങുന്ന വീരസമര പരിപാടികൾ തുടങ്ങിയത് അവിടെയാണ്. അതിനേക്കാൾ ഉപരി ഇന്ന് ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന കരങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇത്രയും വെല്ലുവിളികൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രശ്നങ്ങളെല്ലാം നേരിടുന്ന ഈ അവസരത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് AK ആന്റണിയെ പോലുള്ള ഒരു നേതാവ്, അതിലുപരി നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്ന നമ്മുടെ പ്രവാസികാര്യ മന്ത്രി വയലാർ രവി, അവരൊക്കെ ഇന്ന് രംഗത്തുണ്ട് എന്നുള്ള നിലയിൽ ആലപ്പുഴയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്നത് സംഗീത മേഘത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും സ്മരണീയനായ വയലാർ രാമവർമ്മയുടെ നാടാണത്. വയലാർ രാമവർമ്മയുടെയും അദ്ദേഹത്തിന്റെ പുത്രൻ വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെയും നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ചേട്ടൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആലപ്പുഴയെ പറ്റി വളരെ ദീർഘമായ ഒരു കാര്യങ്ങളും ചേട്ടൻ പറയുകയുണ്ടായി. അപ്പം ആലപ്പുഴയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പുന്നമടക്കായലിലെ വള്ളംകളി നമുക്ക് മറക്കാനാവാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഓണം നാളിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഓണപ്പാട്ട് പാടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. തീർച്ചയായും വഞ്ചിപ്പാട്ടിന്റെ ഈ രടികൾ ആലപിച്ചുകൊണ്ട് നിർത്തുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വേണം കുര വേണം കുരവ വേണം സംഗീതമേഘം
പരിപാടിയിൽ ഇത്രയും നേരം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന വർഗീസ് ജോൺ അദ്ദേഹം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. അപ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടെ വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്ത് പരിഭവം മെല്ലയോതി വന്നുവോ. തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളറിയെ കൈപിടിക്കും. തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. പെണ്ണായി നീ വരുമ്പോ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടു നിൽക്കാം. വേലി പെണ്ണായി നീ വരുമ്പോ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടു നിൽക്കാം. തുളസീദളമായി തിരുമലരടികളിൽ വീണൻ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രസാദവും മൗന ചുംബനവും